Hi, next topic is convolution theorem on Fourier transforms. നമുക്ക് ആദ്യം convolution എന്താണെന്ന് നോക്കാം. Let f of x and g of x be two functions defined over the interval minus infinity to infinity. The convolution of these functions denoted by f star g and is defined as f star g equal to integral minus infinity to infinity fu g of x minus u du. അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണ് ഡിഫൈൻഡ് ഓവർ ദ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന് നമ്മൾ എഫ് സ്റ്റാർ ജി എന്ന് പറയും. എഫ് സ്റ്റാർ ജി, എഫ് കൺവല്യൂഷൻ ജി എന്നാണ്. ഇതിന്റെ ഫോർമുല ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് യു, ഒന്നിനെ യു ആക്കും, മറ്റേനെ എക്സ് മൈനസ് യു ആക്കും. അപ്പൊ ഇത് യു, എഫ് യു ജി എക്സ് മൈനസ് യു ഡി യു. ഇതാണ് എഫ് സ്റ്റാർ ജിയുടെ ഫോർമുല. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കമ്പ്യൂട്ട് ദ കൺവല്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതിന്റെ കൺവല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് എഫ് സ്റ്റാർ ജി എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് എന്താണ്? അതും ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. എന്താണ് എഫ് സ്റ്റാർ ജിയുടെ ഫോർമുല? എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ്. ഇതാണ് അതിന്റെ കൺവല്യൂഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ലിമിറ്റ് എങ്ങനെയാണല്ലോ. ഇനി എന്ത് വരും? എഫ് ഓഫ് യു ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു. ഇതാണ് ഫോർമുല. അപ്പൊ എഫിനെ യു ആക്കണം. അപ്പൊ എഫ് ഓഫ് യു എന്താണ്? ഇവിടെ നിന്ന് എഫ് ഓഫ് യു എന്താണ്? ഇ റൈസ് ടു മൈനസ് യു സ്ക്വയർ. ഇവിടെ നിന്ന് ജി ഓഫ് എക്സ് മൈനസ് യു എന്താണ്? ഇ റൈസ് ടു മൈനസ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് യു. ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിൽ കൊടുത്തു നോക്കാം. എന്ത് വരും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് യു ഇ റൈസ് ടു മൈനസ് യു സ്ക്വയർ ജി ഓഫ് എക്സ് മൈനസ് യു ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് യു ദ ഹോൾ സ്ക്വയർ ഡി യു. ഇനി എന്ത് ചെയ്യാം? ഇതിപ്പോ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ്. അത് എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ? നമുക്കിന്നെ കമ്പൈൻഡ് ആക്കാം. ഒരു മൈനസിനെ വെളിയിലെടുക്കുകയും ചെയ്യാം. അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് വെളിയിലാക്കിയിട്ട് ബാക്കി എന്താണ്? യു സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് യു ദ ഹോൾ സ്ക്വയർ ഡി യു എന്നല്ലേ? അല്ലേ? ഇതിപ്പോ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ്. അത് എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ ഈ മൈനസിനൊന്ന് വെളിയിലാക്കിയിട്ട് ബാക്കി ഒരുമിച്ച് ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് യു സ്ക്വയർ പ്ലസ് എന്താണ്? എക്സ് മൈനസ് യു ദ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2xu പ്ലസ് യു സ്ക്വയർ ഡി യു. ഇതല്ലേ? ഇനി എന്ത് ചെയ്യാം? അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് യു സ്ക്വയർ ഇപ്പൊ 2u സ്ക്വയർ മൈനസ് 2xu പ്ലസ് എക്സ് സ്ക്വയർ ഡി യു. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ യു അല്ലേ? ഇന്ന് എന്ത് ചെയ്യാം? ആദ്യം ഈ 2 നമുക്ക് വെളിയിലാക്കാം. 2 വെളിയിലാക്കുമ്പം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2 വെളിയിലായി കഴിഞ്ഞാൽ യു സ്ക്വയർ മൈനസ് എക്സ് യു പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഡി യു. ഇതല്ലേ? ഇനി ചെയ്യേണ്ടത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. എന്താണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്? ഇതൊന്ന് സ്ക്വയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇത് യുവിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? യു സ്ക്വയർ ഉണ്ട്, യു ഉണ്ട്. അപ്പൊ യുവിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ യുവിന്റെ കോഎഫിഷ്യന്റ് മൈനസ് എക്സ്, അതിന്റെ പകുതി മൈനസ് എക്സ് ബൈ 2, അതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 4 ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ്. അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2 യു സ്ക്വയർ മൈനസ് എക്സ് യു പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഡി യു. ഇങ്ങനെ ആയി. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ്. യുവിന്റെ കോഎഫിഷ്യന്റ് മൈനസ് എക്സ്, അതിന്റെ പകുതി മൈനസ് എക്സ് ബൈ 2, അതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 4 ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ്. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്ത് എന്തായി? അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു ഇത് മൂന്നും കൂടെ ചേർത്ത് യു മൈനസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കൂടെ ചേർത്ത് എന്താണ്? പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും.
എക്സ് സ്ക്വയർ ബൈ 2 നിന്നും എക്സ് സ്ക്വയർ ബൈ 4 കുറയ്ക്കുമ്പോഴത്തേക്ക് ബാക്കി എക്സ് സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഡി യു കണ്ടോ. ഇനി എന്ത് ചെയ്യാം, ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാം. അതായത് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus 2 into u minus x by 2 the whole square അതൊരെണ്ണം ഇൻറ്റു ഇതിപ്പം എ റൈസ് ടു എം പ്ലസ് എൻ പോലെയല്ലേ, തിരിച്ച് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ പോലെ ആക്കാം. അപ്പൊ കൂടെ എന്ത് വരും, ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 4 അല്ലേ. അപ്പൊ എന്താവും, ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു ഒരു എക്സ് സ്ക്വയർ ബൈ 4 പിന്നെ ഒരു ഡി യു കണ്ടോ. എ റൈസ് ടു എം പ്ലസ് എന്നിന് നമ്മൾ വീണ്ടും എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്നുള്ള ഫോമിലാക്കി. ഇത് ഡി യുന്റെ അല്ലേ, അപ്പൊ എക്സിന്റെ ഫംഗ്ഷൻ എന്താണ്, കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഇതൊക്കെ വെളിയിലെടുക്കാമല്ലോ. ഇത് കോൺസ്റ്റന്റ് ആണ്, വെളിയിലാവും. അതെന്ത് വരും, ഇ റൈസ് ടു ഒരു 2 വെട്ടിപ്പോയിട്ട് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2 യു മൈനസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡി യു. ഇനി എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. എന്ത് കൊടുക്കണം, ഇതിന്റെ ഈ റൂട്ടിന് പകരം, അതായത് √2 യു മൈനസ് എക്സ് ബൈ 2 നമ്മൾ ടി എന്ന് പുട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പുട്ട് √2 യു മൈനസ് എക്സ് ബൈ 2 ടി എന്ന് കൊടുക്കും. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്, √2 ഇൻറ്റു യുവിലൊരു ഡി യു ഉണ്ട് ഈക്വൽ ടു ടിക്ക് ഡി ടി അല്ലേ. അപ്പൊ നമുക്ക് ഡി യുവിന് പകരം എന്താ എഴുതാം, ഡി ടി ബൈ √2 എന്ന് എഴുതാം. അപ്പൊ എന്തായി, ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എന്താണ്, ഇതിന്റെ റൂട്ടിന് നമ്മൾ ടി എന്നാണ് കൊടുത്തത്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ത് വരും, ടി സ്ക്വയർ എന്ന് കൊടുത്താൽ പോരെ, ടി സ്ക്വയർ. ഡി യു എന്താണ്, ഡി ടി ബൈ √2 അല്ലേ. ലിമിറ്റ് എന്താണ്, നമ്മൾ ഇതിനാണ് ടി എന്ന് കൊടുത്തത്. അപ്പൊ എക്സിന് മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ ടിയും മൈനസ് ഇൻഫിനിറ്റി ആണ്, എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ടിയും ഇൻഫിനിറ്റി ആണ്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി തന്നെ വരും. ഇനി ആ √2 കൂടെ വെളിയിലെടുക്കാം, ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ബൈ √2. ബാക്കി എന്താണ്, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. ഇതെങ്ങനെയാണ്, ഇതിനൊരു റിസൾട്ട് ഉണ്ട്. ഇത്രയ്ക്കും √π എന്നാണ് ആൻസർ. ഇത്രയ്ക്ക് √π. അതായത് റിസൾട്ട് ആണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് പറഞ്ഞാൽ √π. ഈ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുക, എന്നാലേ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് √π എന്ന് കൊടുക്കും. അപ്പൊ എന്ത് വരും, √π ബൈ √2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. കണ്ടോ. അപ്പൊ എന്റെ കൺക്ലൂഷൻ ആൻസർ ആയി കഴിഞ്ഞു. ഇതെന്താണ് കിട്ടിയത്, എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും അറിയാമായിരുന്നു, അതിന്റെ കൺക്ലൂഷൻ ആണ് ഈ കിട്ടിയത്. ഓക്കെ, നമ്മൾ ആദ്യം കൺവല്യൂഷൻ എന്താണെന്നാണ് നോക്കിയത്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ, ജി ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ, അതിന്റെ കൺവല്യൂഷൻ എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കി. ഇനി പറയുന്നത് കൺവല്യൂഷൻ തിയറം ഓൺ ഫോറിയർ ട്രാൻസ്ഫോം എങ്ങനെയാണെന്നാണ്. Let f of x and g of x be two functions defined in the interval minus infinity comma infinity having Fourier transforms f omega and g omega. Then the Fourier transform of convolution of f of x and g of x is the product of the Fourier transforms of the individual functions. അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണ്, ഡിഫൈൻഡ് ഇൻ ദി ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി കോമ ഇൻഫിനിറ്റി. ഇത് രണ്ടിനും പ്രത്യേകിച്ച് ഫൊറിയർ ട്രാൻസ്ഫോം ഉണ്ട്. അതെന്താണ്, എഫ് ഓഫ് എക്സിന് എഫ് ഒമേഗയും ജി ഓഫ് എക്സിന് ജി ഒമേഗയും. രണ്ടിനും ഫൊറിയർ ട്രാൻസ്ഫോം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം, അതായത് എഫ് ഓഫ് എഫ് സ്റ്റാർ ജി, എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഈക്വൽ ടു √2π ഇൻറ്റു എഫ് ഒമേഗ ഇൻറ്റു ജി ഒമേഗയാണ്. അതായത് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗയും ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ജി ഒമേഗയുടെയും പ്രോഡക്റ്റ് ആണ്. കൂടെ ഒരു √2π കൂടെ ഉണ്ട്. ഇതാണ് പറയുന്നത് കൺവല്യൂഷൻ തിയറം ഓൺ ഫൊറിയർ ട്രാൻസ്ഫോം.
അപ്പൊ ഇത് വെരിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡും ചെയ്ത് നോക്കണം. ഈ പാർട്ടും ചെയ്യണം, ഈ പാർട്ടും ചെയ്യണം. എന്നിട്ട് ഈക്വൽ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെരിഫൈഡ് എന്നാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺക്ലൂഷൻ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റൻ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. നമുക്ക് ക്വസ്റ്റൻ നോക്കാം. കമ്പ്യൂട്ട് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റൻ ആണ്. നേരത്തെ എന്തുവരെ ചെയ്തു വെച്ചിരുന്നു? എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് വരെ ചെയ്തായിരുന്നു. അതുവരെ അതേപോലെ ചെയ്തു വരണം. എന്നിട്ടാണ് അതിന്റെ കൺവല്യൂഷൻ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം, എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം. നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷൻ വരെ ചെയ്തു വെച്ചിരുന്നു. എന്താണ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതാണ് ഫോർമുല. എഫ് യു ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു. എഫ് യു എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു മൈനസ് യു സ്ക്വയർ. ജി ഓഫ് എക്സ് മൈനസ് യു എന്താണ്? ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് യു ദ ഹോൾ സ്ക്വയർ ഡി യു. ഇതൊന്ന് കമ്പൈൻഡ് ആക്കുമ്പോഴത്തേക്ക് ഈ സ്റ്റെപ്പ് വരും. ഇനി എന്താണ്? യു സ്ക്വയറും രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് വരും. ഇനി ഒരു 2 നമ്മൾ വെളിയിലാക്കി. ഇനി എന്ത് ചെയ്തു? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആണ്. യുവിന്റെ കോഎഫിഷ്യന്റ് മൈനസ് എക്സ് ആണ്. അതിന്റെ പകുതി മൈനസ് എക്സ് ബൈ 2. അതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 4 ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ കിട്ടി. ഇനി എന്ത് ചെയ്തു? നമ്മൾ രണ്ടായിട്ട് നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് വെച്ചു. ആദ്യത്തെ അത്രയും സ്റ്റെപ്പ് അതേപോലെ ചെയ്തു വരണം. എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് വരെ ചെയ്തു വരണം. ഇനി അടുത്തെന്താണ്? അത് ഒരു യുവിന്റെ ഫംഗ്ഷൻ ആണ്. യു അല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ എക്സിനെ വെളിയിൽ എടുക്കാം. ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. പിന്നെ വരുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു യു മൈനസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡി യു അല്ലേ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. നമ്മൾ √2 യു മൈനസ് എക്സ് ബൈ 2 പകരം നമ്മൾ ടി എന്ന് കൊടുക്കും. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? √2 ഇൻറ്റു ഡി യു ഈക്വൽ ടു ഡി ടി എന്നാണ്. അപ്പൊ ഡി യു എന്ന് പറയുന്നത് ഡി ടി ബൈ √2 ആണ്. അപ്പൊ എന്തായി? ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ലിമിറ്റ് എന്താണ്? എക്സിന് ഇൻഫിനിറ്റി കൊടുത്താലും എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ടിക്ക് ഇൻഫിനിറ്റി തന്നെയാണ്. എക്സിന് മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ ടിക്ക് മൈനസ് ഇൻഫിനിറ്റി തന്നെയാണ്. സെയിം ലിമിറ്റ് തന്നെയാണ്. ഇ റൈസ് ടു മൈനസ് ടി സ്ക്വയർ ഡി യുവിന് പകരം ഡി ടി ബൈ √2 ഇങ്ങനെയായി. അതായത് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ബൈ √2. ബാക്കി എല്ലാം കൂടെ എന്താണ്? ഇതെല്ലാം കൂടെ റൂട്ട് പൈ ആണ്. ഈ റിസൾട്ട് ഓർത്തിരിക്കണം. റൂട്ട് പൈ. അപ്പൊ എന്ത് കിട്ടി? റൂട്ട് പൈ ബൈ √2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇത്രയും നമ്മൾ നേരത്തെ ചെയ്തിരുന്ന അതേ സ്റ്റെപ്പാണ്. ഇനി ഇതിന് നമ്മൾ കൺവല്യൂഷൻ കണ്ടുപിടിക്കണം. ഇത്രയും നേരത്തെ ചെയ്തിരുന്ന അതേ കാര്യമാണ്. എന്തുവരെ കിട്ടി? എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്താണ്? റൂട്ട് പൈ ബൈ 2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്താണ്? അതായത് ഇപ്പുറത്തും ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതിയല്ലോ. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് റൂട്ട് പൈ ബൈ 2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ. റൂട്ട് പൈ ബൈ 2 കോൺസ്റ്റന്റ് ആണ്. അതിനെ വെളിയിലാക്കാം. റൂട്ട് പൈ ബൈ 2 പിന്നെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഇതും കൂടെ കണ്ടുപിടിച്ചാൽ ഓക്കെ ആയി. നമുക്കൊരു റിസൾട്ട് അറിയാം. ആ റിസൾട്ട് എഴുതുക. ആ റിസൾട്ട് അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധാരണ പോലെ ചെയ്തു വരിക. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ലെങ്തി മെത്തേഡില്ലേ അതേപോലെ ചെയ്തു വരുമ്പോഴത്തേക്ക് അതിന്റെ ആൻസർ കിട്ടും. ആ റിസൾട്ട് അറിയാമെങ്കിൽ, അതായത് റിസൾട്ട് എന്താണ്? അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇത് നമുക്കറിയാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1/√2a ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4a സ്ക്വയർ എന്നാണ്. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ എന്താണ്? ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. അപ്പൊ നമ്മൾ എക്ക് പകരം എന്ത് കൊടുത്താൽ മതി? എക്ക് പകരം 1/√2 കൊടുക്ക്. പുട്ട് എ ഈക്വൽ ടു 1/√2. എക്ക് പകരം 1/√2 കൊടുക്കുമ്പോൾ എന്താവും? എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് 1/√2 സ്ക്വയർ എന്താണ്?
എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ, ആ സെയിം വന്നല്ലോ. ഈക്വൽ ടു നമ്മൾ എക്ക് പകരം 1/√2 ആണ് കൊടുത്തത്. 1/√2 ഇൻറ്റു എക്ക് പകരം 1/√2 ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എ സ്ക്വയർ എന്താവും 1/2 അല്ലേ, ആണല്ലോ. ഇത് രണ്ടും വെട്ടിപ്പോകും. എന്ത് വരും? ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. എന്ത് കിട്ടി? ഈ റിസൾട്ടിനകത്ത് എക്ക് 1/√2 കൊടുത്തപ്പോഴേ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. അപ്പം ഇതെന്തായി? ഒരു √π/2 വെളിയിലുണ്ടായിരുന്നു. ഈ ഫൊറിയർ ട്രാൻസ്ഫോം മാത്രം ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടിയില്ലേ? അതായത് ഈ ക്വസ്റ്റൻ ആൻസർ ആയില്ലേ? കമ്പ്യൂട്ട് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷൻ അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം അതുവരെ കണ്ടുപിടിക്കാനായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആയില്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് വെരിഫൈ ദ കൺവല്യൂഷൻ തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. നമ്മളിപ്പോ ചെയ്തതിൽ അതേ ക്വസ്റ്റൻ തന്നെയാണ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. നമുക്കിവിടെ കൺവല്യൂഷൻ തിയറം വെരിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് ചെയ്ത് വരും. കഴിഞ്ഞ ക്വസ്റ്റിലൊക്കെ ചെയ്ത പോലെ ആദ്യം എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? √π/2 ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അടുത്തെന്താണ്? അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. കൺവല്യൂഷൻ ഓഫ് ദർ ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്താണ്? അതും നേരത്തെ നമ്മൾ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് √π/2 ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഇത്രയും ചെയ്തതിന് ശേഷം, അതായത് ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷനായ എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കും. അടുത്ത അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. ഇത്രയും നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇനി എന്താണ്? നമുക്ക് ഈ റിസൾട്ട് അറിയാം. എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1/√2 എ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ 4 എ സ്ക്വയർ എന്നറിയാം. ഇവിടെ നമ്മൾ എക്ക് പകരം 1 കൊടുത്താൽ പുട്ട് എ ഈക്വൽ ടു 1. എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ത് കിട്ടും? 1/√2 ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇതെന്താണ്? എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം അല്ലേ? എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും ഫൊറിയർ ട്രാൻസ്ഫോം ഇത് തന്നെയാണ്. അതായത് എഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഒമേഗ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അതായത് എഫ് ഒമേഗ എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അതെന്ത് കിട്ടി? അതായത് എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. അതായത് 1/√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജി ഒമേഗ എന്താണ്? എഫ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? ജി ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആയ ജി ഒമേഗയും ഇത് തന്നെയാണ്. എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്. അതായത് 1/√2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 തന്നെയാണ്. എന്താണ് കൺവല്യൂഷൻ തിയറം പറയുന്നത്? ഈ എഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഒമേഗയുടെയും ജി ഒമേഗയുടെയും പ്രോഡക്റ്റിന്റെ കൂടെ ഒരു √2π കൂടെ ഇൻറ്റു ചെയ്യുന്നതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ പാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ പാർട്ടും കൂടെ ഓക്കെ ആക്കിയാൽ മതി. അപ്പൊ ഇനി എന്ത് വേണം? എഫ് ഒമേഗയും ജി ഒമേഗയുടെ ഇൻറ്റു ചെയ്ത് നോക്കാം. എഫ് ഒമേഗ ഇൻറ്റു ജി ഒമേഗ എന്താണ്? എഫ് ഒമേഗ ഇൻറ്റു ജി ഒമേഗ എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും പ്രോഡക്റ്റ് അല്ലേ? അപ്പൊ എന്ത് വരും? 1/√2 ഇൻറ്റു 1/√2. അപ്പൊ ഒരു 1/2. പിന്നെ ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4ഉം ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. കണ്ടോ? നമ്മൾ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് വെച്ചു. ഇനി ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവിടെ √π/2 ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 ആണ്. ഇവിടെ 1/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊന്ന് കിട്ടിയില്ലേ? √2π ഇൻറ്റു എഫ് ഒമേഗ ഇൻറ്റു ജി ഒമേഗ തന്നെയല്ലേ? അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്ത് നോക്കാം. ഈ LHS ചെയ്ത് നോക്കാം. ഒരു √2π ഇൻറ്റു ചെയ്യുമ്പോൾ മറ്റത് കിട്ടുമോ നോക്കിയാൽ പോരെ? അതായത് ഇൻറ്റു √2π എഫ് ഒമേഗ ജി ഒമേഗ എന്താണ്?
ഒരു √2π പിന്നെ ഒരു 1/2 e⁻⁻² അതായത് അല്ല ഇപ്പൊ എന്ത് കിട്ടി √π/2 e⁻⁻²/2 എന്ന് കിട്ടിയില്ലേ? അതെന്തോന്നാണ്? f(x) g(x) ആണ്. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ കൺവല്യൂഷൻ തിയറം വെരിഫൈഡ് ആയി. അപ്പൊ കൺവല്യൂഷൻ തിയറം വെരിഫൈ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം f(x)ന്റെയും g(x)ന്റെയും കൺവല്യൂഷൻ കണ്ടുപിടിക്കും. അടുത്ത് നമ്മൾ അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. പിന്നെ എന്താണ്? f(x)ന്റെ ഫൊറിയർ ട്രാൻസ്ഫോമായി f ഒമേഗ കാണും, g(x)ന്റെ ഫൊറിയർ ട്രാൻസ്ഫോമായി g ഒമേഗ കാണും. രണ്ടും കൂടെ ഇൻഡു ചെയ്തിട്ട് √2π കൂടെ ഇൻഡു ചെയ്യുമ്പോഴത്തേക്ക് ഇത് തന്നെ കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? കൺവല്യൂഷൻ തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻസ് f(x) equal to e⁻mod x and g(x) equal to e⁻3 mod x. അപ്പൊ ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ കൺവല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി എന്നാണ്. ഡിറ്റർമിൻ ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻസ് f(x) and g(x). അപ്പൊ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്ത് f(x)ന്റെയും g(x)ന്റെയും കൺവല്യൂഷൻ എന്താണ്? f ഒമേഗ g ഒമേഗ ഇൻറ്റു √2π ആണെന്ന് കിട്ടിയാൽ മതി. ആദ്യം നമുക്ക് f ഒമേഗ കണ്ടുപിടിക്കണം. f(x)ന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് f ഒമേഗ. f ഒമേഗ എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) അതായത് √1/√2π ഇന്റഗ്രൽ -∞ to ∞ f(x) into e⁻⁻⁻x dx. ഇതാണ് ഫോർമുല. f(x) എന്താണ്? e⁻mod x ആണ്. e⁻⁻i നമുക്ക് cos θ - i sin θ എന്ന് എഴുതാം. അപ്പൊ e⁻⁻i⁻x ന് cos ωx - i sin ωx എന്ന് എഴുതാം. ഇനി ഇതിനെ രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് മാറ്റി എഴുതാം. അതായത് 1/√2π ഇന്റഗ്രൽ -∞ to ∞ e⁻mod x cos ωx dx മൈനസ് വീണ്ടും എന്താണ്? മൈനസ് ഒരു ഐ വെളിയിലെടുത്താൽ ഇന്റഗ്രൽ -∞ to ∞ e⁻mod x sin ωx dx. ഇതിൽ ഒരു ഫംഗ്ഷൻ ഓഡാണ്, ഒരു ഫംഗ്ഷൻ ഈവൻ ആണ്. ഇപ്പൊ e⁻mod x എന്താണ്? ഇവിടെ മൈനസ് ഒന്നും വെളിയിൽ വരില്ല, അത് ഈവൻ ആണ്. മോഡ് വരുന്നോണ്ടാണ്, അല്ലാതെ e⁻ ഒരിക്കലും ഓടും അല്ല ഈവനും അല്ല. e⁻mod വരുന്നത് കൊണ്ട് ഈ മൈനസ് വെളിയിൽ വരുന്നില്ല. ഈ കോസ് എന്താണ്? ഈവൻ ആണ്, അപ്പൊ അതുകൊണ്ട് ഈവൻ ഫംഗ്ഷൻ ആണ്. ഇവിടുത്തെ സൈൻ വരുന്നത് ഓഡാണ്, അതുകൊണ്ട് ഓഡ് ഫംഗ്ഷൻ ആണ്. e⁻mod വരുന്നതുകൊണ്ടാണ് ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഇനി എന്താണ്? അപ്പൊ ഓഡ് ഫംഗ്ഷൻ ഇന്റഗ്രൽ 0 ആണ്. ഈവൻ ഫംഗ്ഷന് 2 ടൈംസ് ഇന്റഗ്രൽ 0 to ∞ എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഇവിടെ മോഡിന്റെ ആവശ്യമില്ലല്ലോ, 0 to ∞ അല്ലേ ഉള്ളൂ, പോസിറ്റീവ് ടേംസ് മാത്രമല്ലേ ഉള്ളൂ. അതാ പിന്നെ മോഡിന്റെ ആവശ്യമില്ലല്ലോ. e⁻⁻x cos ωx dx. ഇനി എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ e⁻ax cos bx dx എന്ന് പറയുന്നത് e⁻ax/a² + b² a cos bx + b sin bx. അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? അതായത് ഇതിപ്പം വെട്ടുമ്പോഴത്തേക്ക് √2π എന്ന് കിട്ടി. പിന്നെ എന്താണ്? e⁻x -1ന്റെ സ്ക്വയർ 1 + ω² ഇൻറ്റു -cos ωx + ω sin ωx ലിമിറ്റ് 0 to ∞. നമ്മൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e⁻∞ ആണ് 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 0 ആണ് e⁻01 1/1 + ω². ഇവിടെ നമ്മൾ 0 കൊടുക്കുമ്പോൾ -1 ആണ്, ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 ആണ്. അപ്പൊ എന്ത് വരും? ഇത് പ്ലസ് ആയി √2π 1/1 + ω² എന്ന് കിട്ടി. ഇതെന്താണ്? f ഒമേഗ മാത്രമേ ആയുള്ളൂ. ഇനി ഇതേപോലെ g ഒമേഗ കൂടെ കണ്ടുപിടിച്ച് നോക്കാം. അടുത്ത് നമുക്ക് g ഒമേഗ കണ്ടുപിടിച്ച് നോക്കാം. g ഒമേഗ എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് g(x). g(x) e⁻3 mod x ആണ്. അപ്പൊ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻3 mod x. എന്താണ് ഈ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് g(x)ന്റെ ഫോർമുല? 1/√2π ഇന്റഗ്രൽ -∞ to ∞ g(x) into e⁻⁻iωx dx. e⁻⁻iωx എന്ന് പറയുന്നത് g(x) എന്താണ്? e⁻3 mod x. ഇനി e⁻⁻iωx ന് പകരം cos ωx - i sin ωx. ഇനി ഇതിനെ രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇങ്ങനെ രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് കിട്ടും. ഇതിനകത്ത് ഇന്റഗ്രൽ -∞ to ∞ ആണ്. അപ്പോൾ ഇത് ഈവനും ഇത് ഓടുമാണ്. ഓഡിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ 0 ആണ്. ഈവന്റെ നമുക്ക് 2 ടൈംസ് 0 to ∞ എന്ന് എഴുതാം. അപ്പം 1/√2π 2 ടൈംസ് 0 to ∞. പിന്നെ ഇനി മോഡിന്റെ ആവശ്യമല്ലോ, 0 to ∞ വരെ വരുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പൊ e⁻3x cos ωx dx. ഇനി ഇന്റഗ്രേഷൻ എങ്ങനെയാണ്? ഇന്റഗ്രൽ e⁻ax cos bx dx എന്ന് പറഞ്ഞാൽ e⁻ax/a² + b² a cos bx + b sin bx എന്നൊരു ഫോർമുല ഉണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ വെളിയിൽ എന്തായി? √2π
ഇത് അതേപോലെ എഴുതി ഇ റൈസ് ടു മൈനസ് 3x, അടുത്ത് മൈനസ് 3യുടെ സ്ക്വയർ 9 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് 3 കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ്, ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്, അത് 0 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 1 ആണ്, 1/9 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്ത് വരും? കോസ് 0 1 ആണ്, അപ്പൊ മൈനസ് 3 കൂടെ വരും, സൈൻ 0 0. അപ്പൊ എന്തായി? ഇത് രണ്ടും കൂടെ പ്ലസ് ആയി, റൂട്ട് 2/π 3/9 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സും കിട്ടി, അല്ല എഫ് ഒമേഗയും ജി ഒമേഗയും കിട്ടിക്കഴിഞ്ഞു. എഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞു. ജി ഒമേഗ എന്താണ്? റൂട്ട് 2/π 3/9 പ്ലസ് ഒമേഗ സ്ക്വയർ ആണോ? എഫ് ഒമേഗയുണ്ട്, ജി ഒമേഗയുണ്ട്. ഇനി എന്താണ്? കൺവല്യൂഷൻ തിയറം വെച്ചിട്ട്, അതായത് ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സ്റ്റാർ ജി ഓഫ് എക്സ് ബൈ യൂസിങ് കൺവല്യൂഷൻ തിയറം. എന്താണ്? റൂട്ട് 2π ഇൻറ്റു എഫ് ഒമേഗ ഇൻറ്റു ജി ഒമേഗ കണ്ടുപിടിച്ചാൽ പോരെ? കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? എഫ് ഒമേഗയും ജി ഒമേഗയും കൂടെ ഇൻറ്റു ചെയ്തിട്ട് റൂട്ട് 2π കൂടെ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? റൂട്ട് 2π എഫ് ഒമേഗ എന്താണ്? റൂട്ട് 2/π 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. ജി ഒമേഗ എന്താണ്? റൂട്ട് 2/π 3/9 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതല്ലേ? രണ്ടും കൂടെ എന്ത് ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് 2 കൂടെ 2 ആണ്, പിന്നെ വീണ്ടും ഒരു റൂട്ട് 2√2. പിന്നെ എന്ത് വരും? റൂട്ട് പൈയും വെട്ടിപ്പോകും, പിന്നെ ഒരു റൂട്ട് പൈയും കൂടെ വീണ്ടും ഉണ്ട്, ബൈ റൂട്ട് പൈ. പിന്നെ എന്ത് വരും? ഇത് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 3/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 9 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നില്ലേ? അതായത് 2 × 3 6 റൂട്ട് 2/π 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 9 പ്ലസ് ഒമേഗ സ്ക്വയർ. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ വെരിഫൈ ദ കൺവല്യൂഷൻ തിയറം എന്നായിരുന്നുവെങ്കിൽ നമ്മൾ ആദ്യത്തെ പാർട്ടും കൂടെ ചെയ്യുമായിരുന്നു. എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷൻ കൂടെ കണ്ടുപിടിച്ച് വച്ചിട്ട് പിന്നെ നമ്മൾ എഫ് ഒമേഗയും ജി ഒമേഗയും കൂടെ കണ്ടുപിടിച്ച് ഇൻറ്റു ചെയ്തിട്ട് ഇൻറ്റു റൂട്ട് 2π ചെയ്യുമ്പോഴത്തേക്ക് ഇതാണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഡിറ്റർമിൻ ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് നമ്മളിവിടെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ റിസൾട്ട് കിട്ടി. ഈ റിസൾട്ടിനകത്ത് എന്താണ്? എഫ് ഒമേഗയും ജി ഒമേഗയും കൂടെ ഇൻറ്റു ചെയ്തിട്ട് ഇൻറ്റു റൂട്ട് 2π കൊടുത്തപ്പോൾ കിട്ടുന്നതാണ് എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് അറിയാമായിരുന്നു. എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് 2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാണ്. ഈ റിസൾട്ട് അറിയാമെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാമായിരുന്നു. കാരണം ഫോറിയർ ട്രാൻസ്ഫോം ഒക്കെ ലെങ്തി ആയിട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഫോറിയർ ട്രാൻസ്ഫോം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്താണ് നമുക്ക് വേണ്ടത്? ഈ റിസൾട്ട് അറിയാമെങ്കിൽ എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് എന്താണ്? ഈ ആൽഫയ്ക്ക് വരെ 1 കൊടുത്താൽ പോരെ? അപ്പൊ എന്ത് കിട്ടും? റൂട്ട് 2/π 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അടുത്ത് എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് 3 മോഡ് എക്സ് ആയിരുന്നുവെങ്കിലോ? 3 മോഡ് എക്സ് ആണ് അടുത്തത്. എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് 3 മോഡ് എക്സ് എന്താണ്? ഈ ആൽഫയ്ക്ക് 3 കൊടുത്താൽ മതി. റൂട്ട് 2/π ആൽഫയ്ക്ക് 3 കൊടുക്കുമ്പോഴത്തേക്ക് 3/3 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആയില്ലേ? ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. ഈ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് മോഡ് എക്സും എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് 3 മോഡ് എക്സും സിമ്പിൾ ആയിട്ട് ചെയ്യാമായിരുന്നു. ഇനി ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തിട്ട് ഇൻറ്റു റൂട്ട് 2π കൂടെ കൊടുത്താൽ പോരെ? അതായത് എഫ് ഒമേഗയും കിട്ടി, ജി ഒമേഗയും കിട്ടി. ഇനി എന്താണ്? എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൺവല്യൂഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഒമേഗയുടെയും ജി ഒമേഗയുടെയും ഇൻറ്റുവിന്റെ കൂടെ ഒരു റൂട്ട് 2π കൂടെ കൊടുത്താൽ മതി ബൈ യൂസിങ് കൺവല്യൂഷൻ തിയറം. അപ്പൊ എന്ത് വരും? റൂട്ട് 2πയും ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആൻസർ കിട്ടും അല്ലേ? അപ്പൊ ഈ റിസൾട്ട് ഓർമ്മയുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായി. റിസൾട്ട് അറിഞ്ഞുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും പഴയതുപോലെ തന്നെ ചെയ്തു വരണം. കുറച്ച് ലെങ്തിയാണ്, ചെയ്തു വന്നാൽ കുഴപ്പമില്ല. ഓക്കെ.
താങ്ക് യു.